ഇസ്രായേൽ ഹമാസ് യുദ്ധം ഏകദേശം 2 ആണ്ട് നാളെ ആവുകയാണ്. നമുക്കറിയാം, മനുഷ്യരാശിയുടെ ആകെ ഈ ഉള്ളുപൊള്ളിച്ച 21-ാം നൂറ്റാണ്ട് കണ്ട യുദ്ധങ്ങളിൽ വളരെയധികം മാരക യുദ്ധങ്ങളിലൊന്നായിരുന്നു ഈ ഗാസയിലെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം എന്ന് പറയുന്നത്. ആരെയും വേദനിപ്പിക്കുന്ന, ആരുടെയും ഉള്ളുപൊള്ളിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ യുദ്ധം. ഏകദേശം നമുക്കറിയാം, നമ്മുടെ 67,000-ത്തിലധികം പേർ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് അതിനിരയായി എന്നുള്ളതാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ പലപ്പോഴും സമാധാനം കാക്ഷിക്കുന്നവരൊക്കെ സമാധാന ഉടമ്പടികളും ഒപ്പം തന്നെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള അല്ലെങ്കിൽ വെടിനിർത്തൽ നടത്തുന്നതിനുള്ള ശ്രമങ്ങളുമൊക്കെ ദ്രുതഗതിയിൽ നടത്താറുണ്ട്. അത്തരത്തിൽ നടക്കുന്ന ഈ സമാധാന ഉടമ്പടികളും സമാധാന കരാറുകളുമൊക്കെ പലപ്പോഴും വയലേറ്റ് ചെയ്യുന്ന ഒരു സമീപനവും പലരും സ്വീകരിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഇത് ഹമാസിൽ ഇസ്രായേലും തമ്മിൽ നടക്കുന്ന ഈ യുദ്ധത്തെ, ഗാസയിൽ നടക്കുന്ന യുദ്ധത്തെ വളരെ പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് സമാധാനം പുലരണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം 2 ആണ്ട് തികയുകയാണ് നാളെ, അതായത് ചൊവ്വാഴ്ച 2 ആണ്ട് പൂർത്തിയാവുകയാണ്. 2023 ഇതുപോലത്തെ ഒരു സുപ്രഭാതത്തിൽ, ഒക്ടോബർ 6 ഒരു സുപ്രഭാതത്തിൽ ആണ് ഏകദേശം 5000 മിസൈലുകൾ അടക്കം വിക്ഷേപിക്കുകയും യുദ്ധം ആരംഭിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. അതിനുശേഷം ഗാസയിൽ സമാധാനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആരെയും വേദനിപ്പിക്കുന്ന, അതുപോലെ തന്നെ ആരും ആഗ്രഹിക്കാത്ത യുദ്ധങ്ങൾ ആരും ആഗ്രഹിക്കാറില്ല. അപ്പോൾ അത്തരത്തിലുള്ള യുദ്ധങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് പലരും ശ്രമിക്കാറുണ്ട്, ആഗ്രഹിക്കാറുണ്ട്. ഇവിടെ സമാധാനം പുലരണമെന്ന് ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നതും ഈ സമാധാന പദ്ധതികൾ, ഇപ്പോൾ 20 സമാധാന പദ്ധതി എന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്ന പദ്ധതിയുണ്ട്. ആ പദ്ധതി അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇന്നോ നാളെയോ, ഇന്ന് തന്നെ കൈറോയിൽ ഈ സമാധാന ചർച്ചകൾ അനൗദ്യോഗികമായിട്ടാണെങ്കിലും ഇസ്രായേലും ഹമാസും തമ്മിൽ നടത്തുന്നുണ്ട്. അതായത് വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ. അത് കഴിഞ്ഞാൽ ഈ 20 പദ്ധതി, സമാധാന പദ്ധതി അംഗീകരിക്കുവാൻ ഹമാസ് തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ വെടിനിർത്തലും ബന്ദികളെ വിട്ടയക്കലും അടക്കമുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുകയും ചെയ്യും. അങ്ങനെ നീതി നടപ്പാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ നീതി ലഭിക്കുക എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തപ്പെടുമ്പോൾ അവിടുത്തെ ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ അവിടെ സമാധാനം കാക്ഷിച്ച് ആഗ്രഹിച്ച് യുദ്ധമില്ലാത്തൊരു കാലത്തെക്കുറിച്ച് ചിന്തിക്കുന്ന കുഞ്ഞുങ്ങളടക്കമുള്ളവരുടെ കാഴ്ച നമ്മൾ ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുന്നതാണ്. ആ വേദനാജനകമായ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ഒരിക്കലും സമാധാന കരാർ ലംഘിച്ചുകൊണ്ടാകരുത്. ആ സമാധാന കരാറുകൾ ഹമാസിനെ പോലുള്ളവർ അംഗീകരിച്ച് മുന്നോട്ട് പോകണം. ഇതുവരെയും ഹമാസ് പക്ഷേ ഈ പറയുന്ന പോലെ 20 സമാധാന പദ്ധതികൾ ഒന്നും തന്നെ അങ്ങനെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തോടുകൂടി, അതായത് സമാധാന കരാറിൻ്റെ അമേരിക്ക മുന്നോട്ട് വെച്ച ദിവസം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഞായറാഴ്ച അമേരിക്കൻ സമയം വൈകുന്നേരത്തിലാണ് അവസാനിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ സമയം നോക്കുകയാണെങ്കിൽ ഇന്ന് പുലർച്ചെ 3:30 അവർ നൽകിയ അന്ത്യശാസനം അവസാനിക്കുകയാണ്. അപ്പോൾ ആ അന്ത്യശാസനം അവസാനിക്കുമ്പോൾ ഹമാസ് സ്വീകരിക്കേണ്ട ചില മാർഗങ്ങളുണ്ട്. ഹമാസ് എല്ലാ നടപടികളും, അതായത് 20 പദ്ധതികളിലെ അല്ലെങ്കിൽ 20 സമാധാന കരാറിൽ എല്ലാ കരാറുകളും അംഗീകരിക്കണമെന്നില്ല. പക്ഷേ എല്ലാ കരാറുകളും അംഗീകരിച്ചെങ്കിൽ കൂടിയും ഹമാസ് മുന്നോട്ട് വെക്കുന്നത് അവർ സമാധാനം കാക്ഷിക്കുന്നുണ്ട്, സമാധാനത്തിന് തയ്യാറാണ്, അല്ലെങ്കിൽ വെടിനിർത്തലിന് തയ്യാറാണ്, ബന്ദികളെ വിട്ടുകൊടുക്കുക എന്നടക്കമുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതായത് ബന്ദികളെ ഉടൻ മോചിപ്പിക്കണം. മാത്രമല്ല, ഗാസയിൽ നിന്നും ഇസ്രായേൽ സേന പിൻവാങ്ങുന്നതിനുള്ള അതിർത്തി രേഖ, അത് ഇസ്രായേൽ തന്നെ ഇപ്പോൾ ഈ അതിർത്തി രേഖ അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിനി ഈ അതിർത്തി രേഖയുടെ പൂർണ്ണമായിട്ടും അംഗീകരിക്കേണ്ടത് ഹമാസ് കൂടിയാണ്. ഹമാസ് കൂടി ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ വെടിനിർത്തൽ പൂർണ്ണമായിട്ടും നടപ്പിലാക്കാൻ കഴിയും. അങ്ങനെ വെടിനിർത്തൽ പൂർണ്ണമായിട്ടും നടപ്പിലാക്കാൻ കഴിയുമ്പോൾ ബാക്കി ഈ രേഖകളിൽ പറഞ്ഞിരിക്കുന്ന നോംസ് എന്താണോ അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. നമുക്കറിയാം, ഏകദേശം 2000-ഓളം വരുന്ന പാലസ്തീനികളെ മോചിപ്പിക്കുവാനുള്ള സാധ്യത ഇതിലൂടെ സംജാതമാകുന്നുണ്ട്. കാരണം ഒന്നാമതായിട്ട് ഈ പറയുന്ന വെടിനിർത്തൽ മുഴുവനുമായിട്ടും അംഗീകരിക്കുക. വെടിനിർത്തൽ മുഴുവൻ ബന്ദികളുടെയും മോചനം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങളടക്കം തിരികെ കൊടുക്കുക എന്നത് ഉൾപ്പെടെയുള്ള പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പാക്കാൻ വേണ്ടിയിട്ട്
സാധ്യത ഉണ്ട് ഈ ഞാൻ ആദ്യം പറഞ്ഞ 20 ദിന സമാധാന പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഇസ്രായേൽ സൈന്യം ഗാസയുടെ നിശ്ചിത ഇടങ്ങളിൽ നിന്ന് ഒരു പിന്മാറ്റം നടത്തേണ്ടതുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതിർത്തി രേഖ ഇസ്രായേൽ അംഗീകരിച്ച സാഹചര്യത്തിൽ ഹമാസ് കൂടി അത് അംഗീകരിക്കേണ്ട സാഹചര്യമുണ്ട്. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വെടിനിർത്തൽ എന്ന് പറയപ്പെടുന്ന കരാറിലേക്ക് സ്വാഭാവികമായിട്ടും എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ ഇസ്രായേൽ ജയിലുകളിലുള്ള ഏകദേശം 2000-ഓളം വരുന്ന പാലസ്തീനികളെ മോചിപ്പിക്കുവാനും ഇതിലൂടെ സാധ്യമാകും എന്നുള്ളതാണ്. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഹമാസ് ആയുധങ്ങൾ കൈമാറേണ്ടതുണ്ട്. അതായത് ഈ ഗാസ വിടേണ്ടതുണ്ട്. അതുമാത്രമല്ല ഗാസയിൽ ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അവരുടെ കയ്യിൽ ഹമാസ് ഉപയോഗിക്കുന്ന ആയുധ ശേഖരങ്ങൾ അത്രയും തന്നെ അത് തിരികെ കൈമാറേണ്ട ഒരു വ്യവസ്ഥിതിയിലേക്ക് എത്തേണ്ടതുണ്ട്. ഇതൊക്കെ അംഗീകരിക്കുന്നതിലാണ് ചില നോംസിനോട് യോജിക്കാതെ ഹമാസ് മാറി നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഈ ഹമാസ് ഇതൊക്കെ അംഗീകരിച്ചാൽ ട്രംപ് അധ്യക്ഷനായിട്ടുള്ള ഈ സമാധാന ബോർഡുണ്ടല്ലോ, ഈ സമാധാന ബോർഡ് സ്വതന്ത്ര പാലസ്തീൻ കമ്മിറ്റിക്ക് ഈ ഗാസയുടെ താൽക്കാലികമായിട്ടുള്ള ഭരണം ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഗാസയിൽ സമാധാനം പുലരും എന്നുള്ളതാണ് ലോകം കാക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ യുദ്ധം തുടങ്ങിയത് എന്ന് പറയപ്പെടുന്നത് ഇതുപോലെ ഒക്ടോബർ 7-നാണ്. 2023 ഒക്ടോബർ 7-ന് ആരംഭിച്ച യുദ്ധമാണ്. ഏകദേശം 67,074 പാലസ്തീൻകാർക്ക് ജീവൻ നഷ്ടമായി എന്നുള്ളതാണ്. 70% അതിനകത്ത് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവരായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. 67,074 പലസ്തീൻകാർ ഈ യുദ്ധത്തിൽ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഏകദേശം 1.62 ലക്ഷം പേർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിരുന്നു. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് യുദ്ധത്തിൻ്റെ കെടുതികളാണ് ഈ വിവരിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, 1195 പേർ യുദ്ധത്തിന് കാരണമായിട്ടുള്ള ഹമാസ് ആക്രമണത്തിൽ ഇസ്രായേലിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു പരമ്പര തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഗാസയിൽ ഏകദേശം 92% വീടുകളും 72% വരുന്ന കെട്ടിടങ്ങളും തകർന്ന് തരിപ്പണമാവുന്ന കാഴ്ചയും ഗാസയിൽ കണ്ടു എന്നുള്ളത്. അപ്പോൾ ഗാസയിൽ നടന്ന ഹമാസിൻ്റെയും ഇസ്രായേലിൻ്റെയും ആക്രമണങ്ങളുടെ തിക്താനുഭവം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഗാസയിലെ ജനങ്ങളാണ്. അപ്പോൾ ഗാസ എന്ന് പറയപ്പെടുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലസ്തീൻ കമ്മിറ്റിക്ക് ഈ സമാധാന ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടുകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഗാസയ്ക്ക് താൽക്കാലികമായിട്ടുള്ള ഭരണം ഈ പലസ്തീൻ കമ്മിറ്റിക്ക് ഏൽപ്പിക്കാൻ തന്നെയായിരിക്കും ഈ സമാധാന ഉടമ്പടി ഒപ്പുവെക്കുന്നവർ തമ്മിൽ ധാരണയിലെത്തുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഏകദേശം 67 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള തീരദേശ മേഖലയായിട്ടുള്ള അൽ മുവാസി മാത്രമാണ് ഇപ്പോൾ ഗാസയിൽ വാസയോഗ്യമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് ബാക്കിയുള്ളത്. ബാക്കി എല്ലാ സ്ഥലങ്ങളും ഈ പറയുന്നതുപോലെ യുദ്ധത്തിൻ്റെ കെടുതികൾ, ഭീകരതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. അത് അവിടെയാണ് സമാധാനത്തിൻ്റെ ഒരു വെള്ളരിപ്രാവ് വരേണ്ടത്, അല്ലെങ്കിൽ സമാധാനം പുലരി ഉണ്ടാകേണ്ടതെന്ന് കാക്ഷിക്കുന്നത് ലോകം മുഴുവൻ. അപ്പോൾ ഈ യുദ്ധം തുടങ്ങിയ ശേഷം ബ്രിട്ടൻ, ഫ്രാൻസ്, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ ഇസ്രായേലിൻ്റെ പ്രധാന സഖ്യകക്ഷികളൊക്കെ പാലസ്തീൻ്റെ ഈ രാഷ്ട്രപദവി അംഗീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ആ രാഷ്ട്രപദവി അംഗീകരിച്ച സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞത് സമാധാന കരാർ ഉടമ്പടിയിൽ ഹമാസ് കൂടി അത് അംഗീകരിച്ചു. ഇസ്രായേൽ ഈ പറഞ്ഞ അതിർത്തി രേഖ അടക്കമുള്ള കാര്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളോട് യോജിപ്പ് പ്രകടിപ്പിച്ച ഒരു സാഹചര്യത്തിൽ ഇനി ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ വെടിനിർത്തൽ എന്ന് പറയപ്പെടുന്ന സമാധാന കരാറിലേക്ക് എത്തേണ്ട സമയമാണ് എത്തുന്നത്. അപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുവാനുള്ള സമയം അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഒക്ടോബർ 7, 2023 ഒക്ടോബർ 7-ന് ആരംഭിച്ച യുദ്ധം ഇന്ന് 2025 ഒക്ടോബർ 7 ആകുമ്പോഴും അവസാനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഗാസയിലെ ജനങ്ങൾ ഈ ഹമാസ് നടത്തുന്ന യുദ്ധത്തിന്, അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിന് ഇരയാകേണ്ടി വന്നവർ എന്ന് പറയപ്പെടുന്നത് ഗാസയിലെ പാവപ്പെട്ട ജനങ്ങളാണ്. അപ്പോൾ ഗാസയിലെ പാവപ്പെട്ട ആ ജനങ്ങൾക്ക് നീതി ലഭിക്കേണ്ടതുണ്ട്, അവിടെ സമാധാനം പുലരേണ്ടതുണ്ട്. ആ സമാധാനം പുലരുന്നതിന് ഇപ്പോൾ ട്രംപ് എന്ത് ദുരുദ്ദേശത്തോടു കൂടിയാണെങ്കിലും, അല്ലെങ്കിൽ അതിനകത്ത് സതുദ്ദേശം ഇല്ലെങ്കിൽ കൂടിയും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന സമാധാന ഉടമ്പടി എന്ന് പറയപ്പെടുന്നത് അത് പാലിക്കപ്പെടുകയാണ് എന്നത് അത്യന്താപേക്ഷിതമാണ്. കാരണം ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏകദേശം 68,000-68,000-ത്തിലധികം വരുന്ന ജീവനുകൾ പൊലിഞ്ഞുപോയ ഒരു യുദ്ധമാണ് ഗാസയിലെ യുദ്ധം എന്ന് പറയപ്പെടുന്നത്. ആ പാലസ്തീൻകാർ മരണപ്പെട്ടത്, ഈ 67,000-ത്തിലധികം വരുന്ന പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു പോയ യുദ്ധമാണ് ഗാസയിൽ നടന്നത്, ഹമാസും ഇസ്രായേലും തമ്മിൽ നടത്തിയ യുദ്ധത്തിൽ. അതുപോലെ തന്നെ ഏകദേശം 2 ലക്ഷത്തോളം വരുന്നവർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകളേക്കുന്നു, കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമാകുന്നു. ഗാസയിലൊന്നും ജീവിക്കാൻ മാർഗമുള്ള ഇടങ്ങളില്ല. ഏകദേശം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 92% വീടുകളും 72% വരുന്ന കെട്ടിടങ്ങളുമൊക്കെ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. അങ്ങനെ മിസൈൽ ആക്രമണങ്ങളിലൂടെ ഇത്രയും ഗതികെട്ട ഒരവസ്ഥയിലേക്ക് ഗാസ മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു സമാധാനം പുലരേണ്ടതുണ്ട്. ഗാസയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന, അതായത് ആഹാരത്തിന് പോലും ഇങ്ങനെ ഗതികെട്ട ഒരവസ്ഥയിലേക്ക് കാത്തു നിൽക്കേണ്ട അവസ്ഥയിലേക്ക് കുഞ്ഞു കുട്ടികളടക്കം,
ചെറിയ കുട്ടികളടക്കമുള്ളവർ കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന കാഴ്ച എന്ന് പറയപ്പെടുന്നത് ഭയാനകവും വേദനാജനകവുമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരുടെ ഈ ദയനീയ കാഴ്ച, അപ്പോൾ ബാക്കിയുള്ള പുരുഷന്മാരുടെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മാറി നിന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ്. അതായത് അബലകളാണ് എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായരായി മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെത്തപ്പെടുമ്പോൾ അവർക്ക് ഒരു സമാധാനത്തിലൂടെ, യുദ്ധം അവസാനിക്കലിലൂടെ അല്ലെങ്കിൽ വെടിനിർത്തലിലൂടെ അവിടെ ഉണ്ടാകേണ്ടത് നല്ല സമാധാനത്തിൻ്റെ പുലരിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇവിടെ ഈ അന്ത്യശാസനം കൊടുത്തിരിക്കുന്നത് ട്രംപ്, ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ട്രംപ് എന്തുദ്ദേശത്തോടു കൂടിയാണ്, സതുദ്ദേശത്തോടു കൂടിയാണോ അങ്ങനെ ചെയ്തിരിക്കുന്നത്, അതോ മറ്റെന്തെങ്കിലും ആഗ്രഹത്തോടു കൂടിയാണ്? അദ്ദേഹത്തിന് ഇങ്ങനെ 2-3 കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് അതിനകത്ത് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് നോബൽ സമ്മാനം എനിക്ക് തന്നുകൂടെ എന്ന് ചോദിച്ചുകൊണ്ട് വന്ന ട്രംപിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവായി ട്രംപ് ഗാസയിൽ പറന്നിറങ്ങുന്നത് തന്നെ അതിന് മറ്റൊരു ഗൂഢലക്ഷ്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് അദ്ദേഹം ലക്ഷ്യമിടുന്നത്, അദ്ദേഹത്തിന് ഈ 2ാമത്തെ പ്രസിഡന്റ് പദവിയിലേക്ക്, അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലേക്ക് മടങ്ങി വന്ന ട്രംപ് ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ആ കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയപ്പെടുന്നത് ഈ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുക എന്നുള്ളതാണ്. അത് ലഭിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ, 2-3 യുദ്ധങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ ഹമാസുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയത്തിൽ 20 ദിന സമാധാന കരാറുമായിട്ട് എത്തുന്നതും ഗാസയും ഇസ്രായേലും ചേർന്നുകൊണ്ട് അത് അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സമാധാന കരാർ ഉണ്ടാവുകയും യുദ്ധം താൽക്കാലികമായി വെടിനിർത്തൽ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, റഷ്യയുമായിട്ടുള്ള യുദ്ധം നടക്കുന്നു. ആ യുക്രൈൻ റഷ്യ യുദ്ധത്തിനും ഏതെങ്കിലും തരത്തിലൊരു സമാധാന കരാറിലേക്ക് ഇറങ്ങി പുറപ്പെടുകയോ അത് നേടുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അവിടെയും അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു വെള്ളരിപ്രാവാകാൻ കഴിഞ്ഞാൽ, അതായത് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവാകാൻ ട്രംപിന് കഴിഞ്ഞാൽ അതും അദ്ദേഹത്തിന് ഒരു പൊൻതൂവലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനാണ് പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നത് എന്നുള്ള സൂചനകളുണ്ട്. പക്ഷേ അത് ഇന്ത്യ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഇന്ത്യ പലപ്പോഴും ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള കടന്നുകയറ്റത്തെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ട്രംപിനെ പോലുള്ള ആളുടെ ഇടപെടലുകൾ ഇന്ത്യ പോലുള്ള വലിയ രാജ്യത്തിന് ആവശ്യമില്ല എന്ന് നരേന്ദ്രമോദി തന്നെ വെട്ടിത്തുറന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഇന്ത്യയോട് അത്തരത്തിലുള്ള കളികളൊന്നും ട്രംപിന് നടത്തേണ്ട ആവശ്യമില്ല. ട്രംപ് അതുകൊണ്ട് മടങ്ങിപ്പോകുന്നതാണ് നല്ലത് എന്ന് തന്നെയാണ് ഇന്ത്യ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അവിടെയാണ് ട്രംപ് ഈ പറയുന്ന ഹമാസിൻ്റെ കരാറുകൾ ഉണ്ടാക്കുന്നതും ഒപ്പം തന്നെ ഇനി റഷ്യയിൽ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന യുദ്ധത്തിന് ഏതെങ്കിലും തരത്തിലൊരു സമാധാന കരാർ ഉണ്ടാക്കി ആ യുദ്ധവും അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു ശ്രമത്തിലേക്ക് എത്തപ്പെടുന്നത്. അപ്പോൾ ഈ വരുന്ന, ഞാൻ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ചില നോബൽ സമ്മാനം, സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ഒക്കെ ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടെത്തിയ ഒരു വ്യവസായിയാണ് ട്രംപ് അതുകൊണ്ട് സദുദ്ദേശപരമായിട്ടല്ല ഇതെന്ന് ചെയ്യുന്നതെങ്കിൽ കൂടിയും യുദ്ധമെന്ന് പറയപ്പെടുന്നത് അവസാനിപ്പിക്കേണ്ടതാണ്. ആ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് ശ്ലാഘനീയമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.